പാഠ്യേതര രംഗത്തെ മികവിൽ ഇന്ത്യയിലെ 3000-ലധികം സ്കൂളുകളോടൊപ്പം പത്മശ്രീ സെൻട്രൽ സ്കൂൾ ഏനാത്ത, പവേർഡ് ബൈ ലീഡ് സ്കൂൾ, മുംബൈ. അഡ്മിഷൻസ് ഓപ്പൺ ഫോർ പ്ലേ ക്ലാസ് ടു ഗ്രേഡ് 11. ഭാവിയെ വിജയത്തിലേക്ക് നയിക്കുന്ന പഠനം. വലിയ മീനിങ്ഫുൾ ആയിട്ടാണല്ലോ. ഭാവി കേരളത്തിന്റെ താക്കോൽ ഏറ്റുവാങ്ങിയ നേതാവ് ഇന്ന് മുഖ്യമന്ത്രി പദത്തിൽ. അടൂരിലെ ചടങ്ങിൽ വി.ഡി. സതീശന് നൽകിയ പ്രതീകാത്മക ഉപഹാരം വീണ്ടും ശ്രദ്ധാകേന്ദ്രത്തിൽ. കേരള രാഷ്ട്രീയത്തിൽ നിർണായക മുന്നേറ്റം നടത്തി കേരളത്തിന്റെ മുഖ്യമന്ത്രി പദത്തിലെത്തിയ വി.ഡി. സതീശനെ കുറിച്ചുള്ള ഒരു ശ്രദ്ധേയമായ ഓർമ്മ വീണ്ടും പൊതുചർച്ചയാകുന്നു. 2026 ജനുവരി 30 അടൂരിൽ ഇ.വി. കൃഷ്ണപിള്ള ഫൗണ്ടേഷൻ സംഘടിപ്പിച്ച വായനയുടെ ആകാശം എന്ന സാംസ്കാരിക പരിപാടിയിലായിരുന്നു ഈ പ്രതീകാത്മക നിമിഷം അരങ്ങേറിയത്. പരിപാടി ഉദ്ഘാടനം ചെയ്ത വി.ഡി. സതീശന് സംഘാടകർ പ്രത്യേക സ്മാരകോപഹാരമായി തടിയിൽ തീർത്ത വലിയ താക്കോലിന്റെ രൂപം കൈമാറിയിരുന്നു. ഇത് ഭാവി കേരളത്തിന്റെ താക്കോൽ എന്ന വിശേഷണത്തോടെയായിരുന്നു ഫൗണ്ടേഷൻ ഭാരവാഹികൾ ആ ഉപഹാരം നൽകിയത്. അന്ന് ചടങ്ങിൽ പങ്കെടുത്തിരുന്നവരുടെയും സാംസ്കാരിക പ്രവർത്തകരുടെയും വാക്കുകളിൽ അത് ഒരു സാധാരണ ആദര സമ്മാനം മാത്രമല്ല, ഭാവിയെക്കുറിച്ചിട്ടുള്ള ഒരു രാഷ്ട്രീയ സാമൂഹിക പ്രതീക്ഷയുടെ പ്രതീകവുമായിരുന്നു. ഇപ്പോൾ വി.ഡി. സതീശൻ കേരളത്തിന്റെ മുഖ്യമന്ത്രിയായി മാസങ്ങൾക്ക് മുമ്പ് അടൂരിൽ നടന്ന ആ ചടങ്ങും അതിലെ ഭാവി കേരളത്തിന്റെ താക്കോൽ എന്ന പരാമർശവും വീണ്ടും ശ്രദ്ധ നേടുകയാണ്. സോഷ്യൽ മീഡിയയിലും രാഷ്ട്രീയ സാംസ്കാരിക വേദികളിലും ആ ചിത്രങ്ങളും ഓർമ്മകളും വ്യാപകമായി പങ്കുവെക്കപ്പെടുന്നുണ്ട്. വായനയുടെ ആകാശം എന്ന പരിപാടി സമൂഹത്തിൽ വായനാശീലം വളർത്തുക, നവതലമുറയെ പുസ്തകങ്ങളുടെയും ചിന്തകളുടെയും ലോകത്തേക്ക് കൈപിടിച്ച് നയിക്കുക എന്നീ ലക്ഷ്യങ്ങളോടെയായിരുന്നു സംഘടിപ്പിച്ചത്. സാഹിത്യ സാംസ്കാരിക രംഗത്തെ നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തിരുന്നു. ഫൗണ്ടേഷൻ ഭാരവാഹികൾ പറയുന്നതനുസരിച്ച് ജനങ്ങളുമായി അടുപ്പം പുലർത്തുന്ന രാഷ്ട്രീയ ശൈലിയും സാമൂഹിക വിഷയങ്ങളിലുള്ള വ്യക്തമായ നിലപാടുകളുമാണ് വി.ഡി. സതീശനെ ആ ചടങ്ങിലേക്ക് ക്ഷണിക്കാൻ പ്രചോദനമായത്. അന്ന് നൽകിയ താക്കോൽ ഇന്ന് ഒരു യാഥാർത്ഥ്യത്തിന്റെ പ്രതീകമായി മാറിയിരിക്കുന്നു എന്ന അഭിപ്രായവും സംഘാടകർ പങ്കുവച്ചു. അടൂരിൽ നടന്ന ആ ചെറിയ സാംസ്കാരിക വേദിയിലെ പ്രതീകാത്മക നിമിഷം ഇന്ന് കേരള രാഷ്ട്രീയ ചരിത്രത്തിലെ ശ്രദ്ധേയമായ ഓർമ്മയായി മാറുകയാണ്. ന്യൂസ് ബ്യൂറോ, അടൂർ.